രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ 8 മരണം സ്ഥിരീകരിച്ചു. 30-ലേറെ പേർക്ക് പരിക്ക്. ഭീകരാക്രമണം തന്നെയെന്ന് പോലീസ്. UAPA വകുപ്പുകൾ ചുമത്തി കേസ്. ലക്ഷ്യമിട്ടത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ഫരീദാബാദ് റെയ്ഡും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തിരയുന്ന ഒമർ മുഹമ്മദ് എന്ന് സംശയം. DNA പരിശോധനയ്ക്ക് പോലീസ്. ചെങ്കോട്ട സ്ഫോടനം നടത്തിയത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ദേശീയ മാധ്യമങ്ങൾ. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടത് 3 മണിക്കൂർ. കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖിനെ കുറിച്ച് അന്വേഷണം. ബീഹാർ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ വിധിയെഴുതും. റെക്കോർഡ് പോളിംഗ് പ്രതീക്ഷിച്ച് മുന്നണികൾ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ഇന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് പുറത്തുവരും. തിരുവനന്തപുരം SATയിലെ യുവതിയുടെ മരണത്തിൽ വിദഗ്ധ സമിതി ഇന്ന് അന്വേഷണം തുടങ്ങും. അന്വേഷണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിൽ. വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ DMEയുടെ നിർദ്ദേശം.